മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തന്നെയാണ് ഇന്ന് ഈ സമയം വരെയുള്ള വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 2 മണിക്കൂറിനടുത്ത് നീണ്ട വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായ എല്ലാ സംഭവ വികാസങ്ങൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും വാർത്തകൾക്കും മുഖ്യമന്ത്രി മറുപടി പറയുകയായിരുന്നു. പ്രത്യേകിച്ചും വയനാടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ADGP MR അജിത് കുമാറിനെതിരായ വിഷയങ്ങൾ, PV അൻവറിന്റെ പരാതികളടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ സമഗ്രമായി രാഷ്ട്രീയ വിവാദങ്ങൾക്കും വാർത്തകൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. നമുക്കതിന്റെ സമഗ്രമായ വിവരങ്ങളിലേക്ക് തന്നെ ആദ്യം പോകാം. വയനാട് മെമ്മോറാണ്ടം സംബന്ധിച്ച വ്യാജ വാർത്തയ്ക്കെതിരെ സർക്കാർ നിയമ നടപടിയിലേക്കെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതാദ്യമായിട്ടല്ല മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നതെന്നും സർക്കാരിനെതിരെ മാത്രമല്ല തങ്ങൾക്ക് ഹിതകരമല്ലാത്ത വ്യക്തികൾക്കെതിരെയും ഇത്തരം പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. ഇവിടെയാകട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തെയാണ്, ഇൻ്റർഫിയറൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ് ആണ് നടത്തിയിരിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുള്ള നിയമ നടപടികൾ ആലോചിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇതാദ്യമല്ല മാധ്യമങ്ങൾ ഈ വിധം ഇല്ലാക്കഥ മെനയുന്നത്. സർക്കാരിനെതിരെ മാത്രമല്ല, തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രാഷ്ട്രീയത്തിനെതിരെയും വ്യക്തികൾക്കെതിരെയും നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓർമ്മയില്ലേ കെവിൻ കേസ്? ഓർമ്മയില്ലേ ഓമനക്കുട്ടൻ്റെ കഥ? അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ലാലോ അത്. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നമുക്ക് ഓരോരോ വിവരങ്ങളായി തന്നെ ചോദിച്ചു പോകാം. ഷീജ, പ്രധാനമായും മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന വിഷയങ്ങളിലെല്ലാം മറുപടി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 2 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ ഓരോ വിഷയത്തിലും കണക്കുകൾ നിരത്തി എണ്ണി മാധ്യമങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. ആദ്യം വയനാടിൻ്റെ വിഷയം തന്നെ എടുക്കാം. വയനാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ച വ്യാജ വാർത്തകൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ വിമർശിക്കുകയുണ്ടായത്. നശീകരണ പ്രവർത്തനമാണ് ഈ നാട്ടിലെ ചില മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതടക്കം പറഞ്ഞുകൊണ്ട് സമീപകാലത്ത് ഒരുപക്ഷെ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് നേരെ നടത്തിയ ഏറ്റവും വലിയതും രൂക്ഷമായതുമായ വിമർശനമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിയമ നടപടി അടക്കം സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് മാധ്യമങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും മനു, ഏതായാലും വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ വാർത്ത, അത് വലിയ തോതിലുള്ള ഒരു നശീകരണ പ്രവർത്തനമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. കാരണം മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നത് ഇതാദ്യമല്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു ദുരന്തമുഖത്തിൽ നിൽക്കുമ്പോൾ ആ ദുരന്തമുഖത്ത് നടത്തിയിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതിനെ ആകെ തുരങ്കം വയ്ക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ആ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു വിഭാഗം മാധ്യമങ്ങൾ ആ രീതിയിലാണ് തെറ്റായ കഥകൾ പടച്ചുവിട്ടത്. പ്രത്യേകിച്ചും ഈ വാർത്തകൾ വരും ഇത്തരത്തിലൊരു മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ കണക്ക് വരുമ്പോൾ അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെ വസ്തുതകൾ പരിശോധിക്കാമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സമീപനം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല. പൂർണ്ണമായും ചില അജണ്ടകൾ വെച്ചുകൊണ്ടുള്ളൊരു വ്യാജ വാർത്ത ചമയ്ക്കലായി മാറി ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിന് പിന്നിലെ അജണ്ട തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. തീർത്തും അധപ്പതിച്ചു പോകുന്ന മാധ്യമങ്ങളുടെ ഒരു സമീപനം തന്നെയാണ് ഇതിൽ കാണാൻ സാധിച്ചത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നിയമ നടപടിയിലേക്ക് അടക്കം കടക്കുന്ന ഒരു സമീപനം ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ഇതിൽ ചിലർ ഈ തങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളത് പിന്നീട് പറഞ്ഞു, അതുകൊണ്ട് തെറ്റു തിരുത്താൻ തയ്യാറാകുന്നു, അതിൽ പോലും ഞങ്ങളാണ് ആദ്യം തെറ്റു തിരുത്തുന്നത് എന്ന തരത്തിൽ അധപ്പതിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് കാണാൻ സാധിച്ചത് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇത്തരത്തിലുള്ളൊരു സമീപനം അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഇതാദ്യമല്ല, ഇതിനു മുൻപും വ്യാജ വാർത്തകൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അദ്ദേഹം ചില ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിച്ചു. പ്രത്യേകിച്ചും കെവിൻ കേസും ഓമനക്കുട്ടന്റെ കേസും അതിനൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ വയനാടുള്ള ഓഫീസ് ആക്രമണം, അത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. പ്രത്യേകിച്ചും കേരളത്തിന് ഈ ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ ഏത് രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വസ്തുത അത് കൃത്യമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അറിഞ്ഞൂടാത്ത കാര്യമല്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDRFന്റെ
നിലവിലുള്ള സഹായം എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് പര്യാപ്തമല്ലാത്ത ഒരു തുകയാണ്. പ്രത്യേകിച്ചും ഇവിടെ 2000 കോടിയുടെ ഒരു പാക്കേജ് സമർപ്പിക്കാൻ തന്നെ കാരണം നിലവിൽ നമ്മൾ സമർപ്പിക്കുന്ന തുക ആ രീതിയിൽ ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പശ്ചാത്തലം പക്ഷേ ഇവരാരും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ വയനാട് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ള ഈ ഒരു വ്യാജ പ്രചരണം എന്ന് പറയുന്നത് ജനങ്ങളെ ആകെ, കേരളത്തിലെ ജനങ്ങളെ ആകെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മനു, ശരി, ഷീജ തുടരുക. ഞാൻ ഷീജയിലേക്ക് ഈ വാർത്താ സമ്മേളനത്തിന്റെ ഓരോ ഭാഗങ്ങളായി എടുത്തു തന്നെ വരാം. ഈ മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് വളരെ വേഗം പോകാം. അതായത് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിദഗ്ധർ തയ്യാറാക്കിയ കണക്കിനെയാണ് കള്ളക്കണക്കായി പ്രചരിപ്പിച്ചത്. കണക്ക് പെരുപ്പിച്ചു കാണിച്ചു എന്ന് പറയുന്നവർക്ക് കണക്ക് ഓരോന്നായി പരിശോധിക്കാമായിരുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. കണക്കുകൾ ഏത് വിധേനയും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്ന ത്വരയിൽ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവണം. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് കേരളം നൽകിയത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെയുള്ള മെമ്മോറാണ്ടത്തിലെ ഹൈക്കോടതി മുൻപാകെ സമർപ്പിച്ചതാണത്. ആ മെമ്മോറാണ്ടത്തിലെ വസ്തുതകൾ സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടാകാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതിനാവശ്യമായ വൈദഗ്ധ്യമുള്ളവരോട് ചോദിച്ച് തിരിച്ചറിയാനുള്ള സത്യസന്ധത കാണിക്കണ്ടേ? ആ സത്യസന്ധത ഇവിടെ കാണിക്കാൻ തയ്യാറായില്ല എന്നതാണ് നാം കാണേണ്ടത്. ഷീജ, അതായത് ഈ മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഈ രാജ്യത്ത് കാലാകാലങ്ങളായി ഇത്തരത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം നൽകുന്ന രീതിയുണ്ട്. അതനുസരിച്ച് തന്നെയാണ് സംസ്ഥാന സർക്കാരും ഈ കാര്യങ്ങൾ നൽകിയിരിക്കുന്നത്. അത് കൃത്യമായി പരിശോധിക്കാമായിരുന്നു മാധ്യമങ്ങൾക്ക് എന്ന വിമർശനം മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ SDRFിൻ്റെ പരിമിതികളെക്കുറിച്ചും മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ ഈ ദുരന്തഭൂമിയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ SDRFിൻ്റെ നോംസ് പ്രകാരം 219 കോടി മാത്രമേ കിട്ടാൻ അർഹതയുള്ളൂ. അപ്പോൾ ആ പരിമിതികളടക്കം പരിഹരിക്കപ്പെടേണ്ട സാധ്യതയുണ്ട്. ഇതുള്ളത് കൊണ്ട് തന്നെ ചെലവുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ആ മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത്. അത് മന്ത്രിമാർ തയ്യാറാക്കിയതല്ല, മറിച്ച് വിദഗ്ധർ, ഉദ്യോഗസ്ഥർ കൃത്യമായി ആലോചിച്ച് നോംസിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു, കൃത്യമായി വിശദീകരിച്ച് വയ്ക്കുന്നു. തീർച്ചയായും മനു, മെമ്മോറാണ്ടം തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു പ്രവർത്തനം തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. കാരണം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അങ്ങനെ ആരുമല്ല ഈ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്, മറിച്ച് ഇതിൻ്റെ വിദഗ്ധരായിട്ടുള്ളവർ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ അവരൊക്കെ ചേർന്നാണ് ഈ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത്. കാലാകാലങ്ങളായി നിൽക്കുന്ന അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡ പ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ ഒരു മെമ്മോറാണ്ടം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും നിലവിൽ SDRFിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നിലവിൽ പര്യാപ്തമല്ല, അത് പുതുക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം 1000 കോടിയിലധികം നഷ്ടം ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടും നിലവിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് 219 കോടി മാത്രമാണ്. അപ്പോൾ മുൻകൂട്ടി കണ്ട് ആ തുക ആ രീതിയിൽ കണക്ക് തയ്യാറാക്കിയാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അത് പരിശോധിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരോട് വസ്തുതകൾ തിരക്കാമായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു സമീപനവും ഉണ്ടാകാതെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന ഒരു സമീപനം മാത്രമാണ് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. ADGPക്കെതിരായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ റിപ്പോർട്ട് വരുന്നവർക്ക് അതിന്മേൽ യുക്തമായ നടപടി കൈക്കൊള്ളുമെന്നും രാഷ്ട്രീയ ചർച്ചയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ വിടേണ്ട ആവശ്യം തങ്ങൾക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോപണ വിധേയർ ആര് എന്തല്ല, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്താണ്, അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം പോലീസ് കള്ളക്കടത്ത്, സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഒരു ഗൗരവമായ ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്ന ഒന്നാണല്ലോ അത്. എൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല, അത് അന്വേഷണം നടന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പോലീസുകാരെ പലതരം
ഇടനിലകൾക്കായി ഉപയോഗിച്ചതിൻ്റെ മുൻകാല അനുഭവം വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. കാരണം ഞങ്ങൾക്ക് അത്തരമൊരു ശീലമില്ല. ഒരു രാഷ്ട്രീയ ദൗത്യവുമായി പോലീസിനെ അയക്കുന്ന പരിപാടി ഞങ്ങളുടേതല്ല. ഷീജയുണ്ട് നമ്മളോടൊപ്പം. ഷീജ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്വാഭാവികമായി പ്രതീക്ഷിച്ചിരുന്ന ഒരു ചോദ്യവും ഉത്തരവുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ADGPക്കെതിരായ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അതിനകത്ത് രണ്ട് വശമുണ്ട്. ഒന്ന്, ആരോപണമുയർന്ന ഉദ്യോഗസ്ഥനെതിരായ നിയമപരമായ അന്വേഷണത്തിൻ്റെ വശം. മറ്റൊന്ന്, അതിൽ രാഷ്ട്രീയമായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണത്തിൻ്റെ സാഹചര്യം. റിപ്പോർട്ട് കിട്ടി, DGPയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടി. അതിനുശേഷം ഉചിതമായ നടപടി എന്നാണ് നിയമപരമായ വിഷയത്തിൽ, അന്വേഷണപരമായ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മറുവശത്ത് ഇതിലെ രാഷ്ട്രീയ ആരോപണത്തിൽ ജയറാം പടിക്കലിൻ്റെ കാര്യമടക്കം, ആ പുസ്തകത്തിൻ്റെ കാര്യമടക്കം കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ആരാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ ഇടനിലക്കാരായി ചർച്ചകൾ നടത്തിയത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷത്തിന്. തീർച്ചയായും മനു, ഏതായാലും ADGP MR അജിത് കുമാറിനെതിരായ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇന്ന് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പ്രധാനമായും എടുത്തു പറഞ്ഞത് MR അജിത് കുമാറിനെതിരെ നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ സാധിക്കില്ല. പക്ഷേ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ അതിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവും വേണ്ട എന്നുള്ള കാര്യം മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. അതിനൊപ്പം തന്നെ ഈ വിഷയത്തെ രാഷ്ട്രീയപരമാക്കാൻ, അതായത് രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷത്തിനും അദ്ദേഹം കൃത്യമായ രീതിയിൽ മറുപടി നൽകി. പ്രത്യേകിച്ചും ADGPയുടെ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതിനെ മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥനായിട്ടാണ് ADGP അവിടെ പോയി ഈ RSS നേതാക്കളെ കണ്ടത് എന്ന തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് വ്യാഖ്യാനിച്ചത്. പക്ഷേ ഇത്തരത്തിലുള്ള സമീപനം അത് ഒരിക്കലും തൻ്റെ ഭാഗത്തു നിന്നും തനിക്ക് അത്തരത്തിൽ ഒരു ഇടനില നിൽക്കേണ്ട ആവശ്യം, ആർക്കും തനിക്ക് വേണ്ടി ഇടനില നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. പ്രത്യേകിച്ചും അത്തരത്തിലൊരു കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമുള്ള മുൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്നുള്ളതാണ്. കരുണാകരൻ്റെ കാലത്തെ ഈ ജയറാം പടിക്കലിൻ്റെ വിഷയത്തെ അദ്ദേഹം അത് ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള തെറ്റായ നടപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല. കർശനമായ രീതിയിൽ നിയമ നടപടി സ്വീകരിച്ച് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഈ ഒരു കാര്യം വിശദീകരിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കി, ആരോപണം ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം, പക്ഷേ ആ ആരോപണത്തിൽ വസ്തുത ഉണ്ടോ എന്നുള്ളതാണ് സർക്കാർ പരിശോധിക്കുന്നത്. അതുകൊണ്ട് ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വരുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ ആർക്കെതിരെയാണോ ആരോപണം വന്നിരിക്കുന്നത് അയാൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മനു, ഷീജ, ഇനി രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, P ശശിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണം. മറ്റൊന്ന് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയം. അവിടെ P ശശിയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്, മാതൃകാപരമായ പ്രവർത്തനമാണ് P ശശി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തുന്നത്. ഒരു തരത്തിലുള്ള നടപടിയുടെയും ആവശ്യം ഇപ്പോഴില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതെങ്കിലും തെറ്റായ പ്രവർത്തനം നടത്തിയാൽ ആ സ്ഥാനത്തിരിക്കാൻ പറ്റുകയില്ല എന്നും മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് അതിൽ മറുപടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ അൻവറിൻ്റെ വിഷയത്തിൽ, അൻവറിൻ്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അൻവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ആദ്യം പാർട്ടിയാണ് ഈ വിഷയം അറിയിക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിനു പകരം പരസ്യമായി പറയുന്നു തൻ്റെ ഓഫീസിൽ നിന്നടക്കം ബന്ധപ്പെട്ടിട്ടും മറുപടി ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ അതിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. ഷീജ, തീർച്ചയായും മനു, ഏതായാലും P ശശിക്കെതിരായിട്ടുള്ള PV അൻവറിന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ പറഞ്ഞു, അദ്ദേഹം എൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കൃത്യമായ രീതിയിൽ നിയമ വ്യവസ്ഥയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് P ശശി അവിടെ ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ താൻ തള്ളിക്കളയുന്നു എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. കാരണം എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ സമീപിച്ചിട്ട് ചില കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ആ ആരോപണങ്ങൾ അംഗീകരിക്കാൻ ഒരു തരത്തിലും കഴിയുകയില്ല.
ഉണ്ടായില്ല. അദ്ദേഹം കൃത്യമായ രീതിയിൽ അവിടെ നിയമത്തിനനുസൃതമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ കൃത്യമായ രീതിയിൽ തന്നെ തള്ളിക്കളയുന്നു എന്നുള്ളൊരു വ്യക്തതയുള്ള മറുപടി തന്നെയാണ് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. അതിനൊപ്പം തന്നെ സൂചിപ്പിച്ച PV അൻവർ വിഷയം, അതായത് PV അൻവറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് PV അൻവർ ഈ ഒരു പരാതി മാധ്യമങ്ങൾക്ക് മുന്നിലൂടെയാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷത്തുള്ളൊരു സ്വഭാവം ആ രീതിയിലല്ല. അദ്ദേഹത്തിന് ആദ്യഘട്ടം, അതായത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ആദ്യം അറിയിക്കേണ്ടത് അദ്ദേഹം ഇത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ പാർട്ടിയെ അറിയിക്കാമായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ അറിയിക്കാമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സമീപനം PV അൻവറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് PV അൻവർ ആദ്യം ഈ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഉടൻ തന്നെ ഈ വിഷയം തന്റെ ശ്രദ്ധയിൽപ്പെടുകയും തന്റെ ഓഫീസ് PV അൻവറിനെ ബന്ധപ്പെടുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ വന്ന് നേരിൽ കണ്ട കാര്യങ്ങൾ ധരിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ തുടർച്ചയായ തൊട്ടടുത്ത ദിവസവും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നു, വീണ്ടും ആരോപണം ഉന്നയിക്കുന്നു. ഈ ആരോപണം ഉന്നയിച്ച വാർത്താ സമ്മേളനത്തിന് ശേഷവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും PV അൻവറിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയെ വന്ന് കാര്യങ്ങൾ ധരിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ആ രീതിയിൽ ഒരു സമീപനം സ്വീകരിച്ചില്ല. മറിച്ച് മൂന്നാമത്തെ ദിവസത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം മാത്രമാണ് നാളെ താൻ മുഖ്യമന്ത്രിയെ കാണും എന്ന് അൻവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ ആ ഒരു രീതി, ആ ശൈലി ശരിയായില്ല എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി. പക്ഷേ ആ ശൈലിയോട് വിമർശനം പറയുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അൻവറിന്റെ ആ ശൈലിയെ വിമർശിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട്. അൻവർ അത്തരത്തിലൊരു ശൈലിയിൽ നിൽക്കുന്നയാളാണെങ്കിൽ പോലും ഉന്നയിച്ച ആരോപണങ്ങളെ വളരെ ഗൗരവതരമായി എടുക്കുകയും അതിൻ്റെതായ മെറിറ്റിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ കണ്ടെത്തിയാൽ അതിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാകും, അതിലൊരു സംശയവും വേണ്ട എന്ന് ആരോപണത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മറുപടിയും പറയുന്നുണ്ട്. തീർച്ചയായും മനു, അത്തരത്തിൽ ഈ അൻവറിന്റെ ശൈലി ശരിയായില്ലെങ്കിൽ പോലും അൻവർ ഉന്നയിച്ച ആരോപണം, ആ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് അൻവർ നേരിട്ട് വന്ന് പരാതി തരുന്നതിന് മുൻപ് തന്നെ താൻ അന്വേഷണം ഈ വിഷയത്തിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിനൊപ്പം തന്നെ അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ആ അന്വേഷണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ട്, ഈ അൻവറിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ കൃത്യമായ രീതിയിൽ കർശനമായിട്ടുള്ള നടപടി തന്നെ കൊള്ളും സർക്കാർ എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം, പക്ഷേ സർക്കാർ പരിശോധിക്കുന്നത് ആരോപണങ്ങളുടെ വസ്തുതയാണ്. ആ വസ്തുത അറിഞ്ഞതിന് ശേഷം മാത്രമേ നടപടിയിലേക്ക് കടക്കുക. അല്ലാതെ ഒരു ആരോപണം വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചാടിക്കയറി നടപടിയിലേക്ക് പോകുവാൻ സർക്കാരിന് സാധിക്കുകയില്ല. അതുകൊണ്ട് ഏത് ആരോപണം ഉയർന്നാലും ആ ആരോപണത്തിന്റെ വസ്തുത പരിശോധിച്ചുള്ള നടപടിയായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. മനു, ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടതുണ്ടല്ലോ. അത് തൃശ്ശൂർ പൂര വിഷയവുമായി ബന്ധപ്പെട്ട അതിലെ വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെക്കുറിച്ചാണല്ലോ. അപ്പോൾ അതിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ മാസം 24-ന് മുൻപ്, അതായത് വരുന്ന ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് അന്വേഷണ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ അന്വേഷണം നേരത്തെ പൂർത്തിയാക്കേണ്ടതായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. പൂരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ ഒരു റിപ്പോർട്ട് സാധാരണഗതിയിൽ ആ വസ്തുതകൾ അംഗീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. ആ വിവരാവകാശ പ്രകാരമുള്ള നോട്ടീസിന് മറുപടി കൊടുത്തു എന്ന് പറയുന്നത് വസ്തുതകളനുസരിച്ചല്ല. അത് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു മാറ്റി നിർത്തി അന്വേഷണം നടത്തുന്ന നില സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അത് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ മുന്നിലൊരു കടലാസ് വന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞു 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. ഷീജ വീണ്ടും നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായി നിൽക്കുന്നു. പ്രതിപക്ഷം ശക്തമായ ആരോപണങ്ങളുമായി അതിൻ്റെ ഒരു വശത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ നേരത്തെ അതിൻ്റെ ആ വിവാദത്തിൻ്റെ കൂടെ അതിന് എരിവ് കയറ്റിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വിവരാവകാശ മറുപടി വരികയുണ്ടായി. അതിൽ അന്വേഷണമേ നടക്കുന്നില്ല എന്ന തരത്തിലൊരു മറുപടി വന്നു. പക്ഷേ ആ മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുകയുണ്ടായി. തെറ്റായ മറുപടിയാണ് നൽകിയതിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുകയുണ്ടായി. അതൊരു വശത്ത് നിൽക്കുകയാണ്. ഈ അന്വേഷണം നടക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് വരുന്ന ചൊവ്വാഴ്ച, അതായത് 24-ാം തീയതിക്ക് മുൻപായി
സമർപ്പിക്കണമെന്ന കർശന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി അതിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഇത് നേരത്തെ പൂർത്തിയാക്കേണ്ടതായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പക്ഷേ സമയം നീട്ടിച്ചോദിച്ചതുകൊണ്ട് ഒരാഴ്ച കൂടി നീട്ടി നൽകുകയായിരുന്നു. മറ്റൊന്ന്, ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ച കാര്യമടക്കം വിശദീകരിക്കുകയുണ്ടായി. തീർച്ചയായും മനു, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണത്തിന്റെ പുരോഗതി സംബന്ധിച്ചുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ സംഘവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ അന്വേഷണ സംഘം ഇതിനുവേണ്ടി അന്വേഷണം പൂർത്തിയാക്കുവാൻ വേണ്ടി 1 മാസം കൂടി നീട്ടി നൽകണം എന്നുള്ളൊരാവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച തനിക്ക് മുന്നിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ വന്നപ്പോൾ തന്നെ അത്തരത്തിൽ അനന്തമായി അതിനെ നീട്ടാൻ സാധിക്കില്ല എന്നൊരു നിലപാടാണ് താൻ സ്വീകരിച്ചത്. അതിൽ ഈ വരുന്ന 24-ന് അതിന് മുൻപായി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരാവകാശം പോലീസിനോട് ചോദിക്കുന്നതും പോലീസിൽ നിന്നും വിവരാവകാശം അതിനുള്ള മറുപടി നൽകിയതിൽ ഒരു തരത്തിലുള്ള അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളൊരു തെറ്റായ വിവരാവകാശം പോകുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ ആ ഉദ്യോഗസ്ഥന്റെ ഡിവൈഎസ്പിയുടെ ഭാഗത്ത് നിന്നും പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉദ്യോഗസ്ഥരെതിരെ നടപടി സ്വീകരിക്കുന്നതിലേക്ക് സർക്കാർ എത്തിയത്. ഏതായാലും ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ 24-ാം തീയതിക്ക് മുമ്പായി തന്നെ റിപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. അതിൽ ഏത് രീതിയിലാണോ റിപ്പോർട്ടിലെ കണ്ടെത്തൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുകൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മനു, ഷീജ, നമ്മൾ ആ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം, അതായത് ഏകദേശം 2 മണിക്കൂറിനടുത്ത് നീണ്ടു നിന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. സാധാരണഗതിയിൽ 1 മണിക്കൂറിനടുത്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നേരത്തെയൊക്കെ നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇന്ന് കൃത്യമായി എല്ലാ കാര്യങ്ങളിലും, അതായത് സമീപ ദിവസങ്ങളിൽ ഉയർന്നു വന്ന എല്ലാ വിവാദങ്ങൾ, വാർത്തകൾ, സംശയങ്ങൾ, ആരോപണങ്ങൾ എല്ലാത്തിനും എണ്ണി മറുപടി പറയുന്നത് കണ്ടു. പലപ്പോഴും മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു, ഞാനിവിടെ തന്നെയുണ്ട്, നിങ്ങൾ ബഹളം വയ്ക്കേണ്ട, നിങ്ങൾ ഓരോരുത്തരായി ചോദിച്ചാൽ മതിയെന്ന് പറയുന്നുമുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു സമഗ്രത നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. കൃത്യമായ മറുപടികൾ അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി മാധ്യമങ്ങൾക്ക് നൽകുന്നു എന്നതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ വേറിട്ട് നിർത്തുന്നത്. തീർച്ചയായും മനു, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നു എന്നുള്ള അറിയിപ്പ് തന്നെ കഴിഞ്ഞ ദിവസം വന്നതിന് ശേഷം തന്നെ എല്ലാവരും, നമുക്കറിയാം വിവിധ വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. കാരണം നിരവധി വിഷയങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും വ്യാജ വാർത്തയുടെ ഒരു പശ്ചാത്തലം, അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള വിഷയം, അങ്ങനെ സംഭവബഹുലമായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇന്നിപ്പോൾ നടക്കുന്നത്. സാധാരണഗതിയിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 1 മണിക്കൂറാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ സമയം എന്ന് പറയുന്നത്. അത് കൃത്യമായ രീതിയിൽ ആ സമയം വരെ 1 മണിക്കൂർ മുഖ്യമന്ത്രി ഇരുന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിനു ശേഷമാണ് 1 മണിക്കൂറാകുമ്പോൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എത്തി ആദ്യം തന്നെ ഈ മാധ്യമങ്ങളുടെ വിഷയത്തിൽ, പ്രത്യേകിച്ചും വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൃത്യമായ കണക്കുകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷമാണ് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ADGP വിഷയം, അതിനുള്ള മറുപടി മുഖ്യമന്ത്രി പറയാതെ പോകുമോ, അതുകൊണ്ട് ആദ്യം ആ വിഷയം ഉന്നയിക്കുക എന്ന തരത്തിലൊക്കെ ചിലരുടെ ഭാഗത്ത് നിന്നും മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഒരു ചോദ്യങ്ങൾ ഉണ്ടായി. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ, അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും നമുക്ക് വിശദമായി തന്നെ സംസാരിക്കാം എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അതിനുശേഷം ഈ പറയുന്നത് പോലെ തന്നെയാണ് പല കോണിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നോ എല്ലാത്തിനും വ്യക്തമായ മറുപടി, അതും കൃത്യമായിട്ടുള്ള കണക്കുകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ള മറുപടി കൂടിയായി. അതായിരുന്നു ഷീജ ആ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നതും പ്രത്യേകത എന്ന് പറയുന്നതും കൃത്യമായ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ സമീപ ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ പ്രശ്നങ്ങളിലും മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. മറുപടി നൽകിയെന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ കാണിച്ച തെമ്മാടിത്തരത്തിന് അതേ രീതിയിൽ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. മിണ്ടാതിരുന്ന് കേൾക്കേണ്ടി വന്നു മാധ്യമങ്ങൾ. കാരണം അത്രമാത്രം മോശപ്പെട്ടൊരു മാധ്യമ പ്രവർത്തന സമൂഹത്തെയാണ് മുഖ്യമന്ത്രി തുറന്നു കാണിക്കുകയും ചെയ്തത്.